അതെ, നീ താഴത്തെ മുറി ഒന്ന് വൃത്തിയാക്കി ഇടണം. അവൻ വരാൻ പോവാ, അറിയില്ലേ? ശരത്ത് മോൻ കൂടെ അവന്റെ അമ്മയും ഉണ്ട്. രണ്ടുപേരും കൂടി ഇനി അവിടെയാ താമസിക്കാൻ പോന്നേ. വേഗം വേണം. ഞാനോ? ആഹാ, പിന്നെ ഞാനോ? എടി, നീ വേണോ അത് ചെയ്യാൻ? ദേ, ഇങ്ങോട്ടൊന്നും പറയാൻ നിൽക്കണ്ട, പറയുന്നതിനനുസരിച്ചാ മതി. ഓ, എന്താ മോളെ മുഖം വാടിയിരിക്കുന്നുണ്ട്? അമ്മ വഴക്കുവെല്ലാം പറഞ്ഞോ? അയ്യോ, വെറുതെ ഇരുന്ന് തിന്നങ്ങ് ശീലമായി പോയി. ഒരു പണി പറഞ്ഞപ്പോഴേ അവക്ക് ചെയ്യാൻ വയ്യാന്ന്. അത് ഞാൻ ചെയ്യില്ലെന്ന് പറഞ്ഞില്ലല്ലോ മുത്തശ്ശി. ആ, അങ്ങനെ വഴിക്ക് വാ. പറഞ്ഞ പണി എന്നാന്നേ അപ്പുറത്തിരുന്ന് ഞാനങ്ങ് കേട്ടു. മുറി വൃത്തിയാക്കി ഇടാനേ ദേവിയമ്മക്ക് സൗകര്യമില്ല. അതിനെ വേറെ ആളെ നോക്കിയാ മതി അമ്മ. മനോഹര, നീ ഇതിൽ ഇടപെടണ്ട. ഞാൻ ഇടപെടും. അവന്റെ മുറി വൃത്തിയാക്കട്ടെ ഗതികേടൊന്നും ദേവികമോക്ക് വന്നിട്ടില്ല. അതെ, ഈ വീട്ടിൽ പുതിയ ശീലങ്ങളൊന്നും ഉണ്ടാക്കാൻ ആരും നോക്കണ്ട. അച്ഛ വേണ്ട, ഞാൻ വേണമെങ്കിൽ ചെയ്തോളാം. ഇനിയിപ്പൊ ഇതിന്റെ പേരിൽ ഒരു വഴക്ക് വേണ്ട. ഈ വീട്ടിൽ ഞാനാ ഗൃഹനാഥൻ. ഇവിടെ എന്ത് നടക്കണം നടക്കണ്ടെന്ന് തീരുമാനിക്കാനുള്ള അവകാശവും എനിക്കുണ്ട്. പ്രത്യേകിച്ച് ദേവികമ്മയുടെ കാര്യത്തിൽ കേട്ടല്ലോ. എന്തു വന്നാലും ഞാൻ സമ്മതിക്കത്തില്ലമ്മേ അവന് വേണ്ടി മുറിയൊരുക്കാൻ. പിന്നെ ആരത് ചെയ്യും? എന്നാ പിന്നെ അമ്മയല്ലേ. സഹായത്തിന് വേണമെങ്കിലേ ദേ മരുമോളുണ്ട്, ഇവളെ കൂടെ വിളിച്ചോ. ദേവികമോളെ നിത്യമോളെ ഇതിനൊന്നും ആയിട്ട് പ്രതീക്ഷിക്കണ്ട. നീ ഒറ്റ ഒരുത്തനാ ഇവളെ വഷളാക്കുന്നത്. അതെ, ഞാൻ തന്നെ അങ്ങനെ ചെയ്യുന്നേ. അമ്മ പറ്റുമെങ്കിൽ സഹിച്ചാൽ മതി. മുറി വൃത്തിയാക്കണം പോലും. ആരവൻ? കൊച്ചി രാജാവോ? അവൻ ഈ വീട്ടിൽ കാല് കുത്തുന്ന പോലും എനിക്കിഷ്ടമല്ല. എന്നിട്ടും കയറ്റി താമസിപ്പിക്കാൻ ഞാൻ സമ്മതിച്ചതേ എന്റെ മര്യാദ കൊണ്ടാ. ശരത്ത് പോനും അവന്റെ അമ്മയും കൂടെ വരുമ്പോഴേ നിങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങ് സ്വീകരിക്കും. വേണമെങ്കിലേ ആലവട്ടവും വെഞ്ചാമരം കൂടി എടുത്തു ഇടയ്ക്ക് വീശിക്കൊടുക്കാം. മോളെ, വരുന്നത് ഒരാളല്ല, രണ്ടുപേരാ. പാമ്പും പാമ്പിന്റെ തള്ളയും. മകനേക്കാളെ വിഷമുള്ളതിനെ ആ തള്ള. അവരീ വീട്ടിൽ അടങ്ങിയിരിക്കത്തില്ല, സൂക്ഷിക്കണം. ഞങ്ങൾ പലതും പ്രതീക്ഷിക്കുന്നുണ്ട് അച്ഛൻ. എന്ത് നേരിടാനുള്ള മാനസികാവസ്ഥയിൽ തന്നെയാണ് ഞങ്ങൾ. ശരീരം വയ്യാത്തോണ്ടേ നേരിട്ട് അവനെന്തെങ്കിലും ചെയ്യുമെന്നുള്ള പേടിയൊന്നും വേണ്ട. എങ്കിലും വളഞ്ഞ വഴി അവൻ നോക്കും പലതും. ഓർമ്മബുദ്ധിയ അവനെന്നറിയാലോ. ശ്രദ്ധിച്ചു വേണം ഇനി അങ്ങോട്ട് കഴിയാൻ. ശ്രദ്ധിച്ചോളാം അച്ഛാ. ശരത്തിന്റെ അമ്മ എന്തിനാ വരാൻ സമ്മതിച്ചത്? അയാളെ തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോഴവന്റെ അമ്മ. ഇവിടെയുള്ള രണ്ട് ജന്തുക്കളുടെ തലയ്ക്കകത്ത് വല്ല വെളിച്ചമുണ്ടോ? ശരത്ത് മഹാനാണെന്നല്ലേ ഇവിടെയുള്ള രണ്ടെണ്ണവും ചിന്തിച്ചു കൂട്ടി വെച്ചിരിക്കുന്നത്. അവരങ്ങനെ വിശ്വസിക്കുന്നിടത്തോളം കാലം നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നാണാവോ അമ്മയും മുത്തശ്ശി ഇനി സത്യം തിരിച്ചറിയാൻ പോകുന്നത്? അതിനി അധികം കാലമൊന്നും കാത്തിരിക്കേണ്ടി വരില്ല മോളെ. ആട്ടും തോലിട്ട ചെന്നായിക്ക് എത്ര കാലം ആടിനെ പോലെ ജീവിക്കാൻ പറ്റും? കോഴിക്കോട് കണ്ടാ നോക്കിപ്പോയില്ലേ? അബദ്ധം ശരത്തിന്റെ ഭാഗത്ത് തന്നെ ഉണ്ടാവും. നമ്മൾ വെറുതെ കൈയും കെട്ടി നോക്കി നിന്നോടുത്താൽ മാത്രം മതി. എനിക്കൊന്നേ പറയാനുള്ളൂ, അവന്റെ പകയ്ക്ക് ഇരയാകരുത്. പാമ്പിന്റെ രീതി അറിയാലോ, അടിച്ച കൊന്നേക്കണം. എങ്ങാനും ജീവനോടെ പറഞ്ഞു വിട്ടാ കാത്തിരുന്ന് പക തീർക്കും. അടികൊണ്ട പാമ്പാ ശരത്ത്, അവൻ കൊത്തും. അതിനവന് പറ്റരുത്. അതിനു മുമ്പ് അവന്റെ വിഷപ്പലടിച്ച് താഴെ ഇട്ടേക്കണം. അച്ഛൻ പേടിക്കണ്ട, ഞങ്ങൾ നോക്കിക്കോളാം.